കേരളത്തിൽ കാലാവസ്ഥ ഇപ്പോൾ വളരെയധികം വേദനയോടെയാണ് നിലനിൽക്കുന്നത്. ശക്തമായ പേമാരിയിൽ നഷ്ടമായിരിക്കുന്നത് വിവിധ ജീവനുകൾ. വയനാട്ടിലും കോഴിക്കോട്ടും ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. നദികളിലെ ജലനിരപ്പ് ഉയരുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും ചെയ്തു. വയനാട് ജില്ലയിൽ 7 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 38 കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വെള്ളിയോട് റോഡ് ഒലിച്ചുപോയി. 19 ആദിവാസി കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് ദേശീയപാത 766 കോഴിക്കോട് കൊല്ലാകിൽ പാതയുൾപ്പെടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. കോഴിക്കോട് ജില്ലയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. കോഴിക്കോട് താലൂക്കിൽ 2ഉം വടകര താലൂക്കിൽ 1 ക്യാമ്പുമാണ് തുറന്നത്. ആകെ 88 പേരാണ് ക്യാമ്പുകളിലുള്ളത്. 60 വീടുകൾ ഭാഗികമായി തകർന്നു വീണു. മരം വീണും വെള്ളം കയറിയും ഗതാഗതം തടസ്സപ്പെട്ടു. പെരുവണ്ണാമൂഴി ഡാം ഷട്ടർ തുറന്നു. അതോടെ കുറ്റ്യാടിപ്പുഴയിലേക്ക് വെള്ളം എത്തി തുടങ്ങി. പുനൂർ പുഴയിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പുഴയുടെ തീരത്ത് വിവിധ ഭാഗങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണിയുമുണ്ട്. ചൊവ്വാഴ്ചയും ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശമാണ് കണ്ണൂരിലുള്ളത്. വയനാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ചൊവ്വാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരുന്നു. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് അങ്കണവാടികളും മദ്രസകളും ട്യൂഷൻ സെന്ററുകളും അടക്കമുള്ളവയ്ക്ക് അവധി നൽകിയിരിക്കുന്നത്. കോട്ടയത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ 6 അണക്കെട്ടുകൾ തുറന്നു. മണിയാർ, മലങ്കര, ഭൂതത്താൻകെട്ട്, കുറ്റ്യാടി, കാരാപ്പുഴ, പഴശ്ശി എന്നീ അണക്കെട്ടുകളാണ് തിങ്കളാഴ്ച തുറന്നത്. ഇതിനു പുറമെ ഇടുക്കിയിലെ കല്ലാർകുട്ടിയിലും ലോവർ പെരിയാറിലും ജലനിരപ്പ് വൻതോതിലാണ് ഉയർന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെയും റെഡ് അലേർട്ടാണ് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കോട്ടയം ജില്ലയിലെ മീനച്ചിൽ, കോഴിക്കോട് ജില്ലയിലെ കോരാപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ, മണിമല എന്നീ നദികളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ നദികളുടെ കരയിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പ് പുറത്തു വരികയും ചെയ്തു. തിരുവനന്തപുരം ജില്ലയിൽ വാമനപുരം, കണ്ണൂർ ജില്ലയിലെ പെരുമ്പ, മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴ, കാസർഗോഡ് ജില്ലയിലെ ഉപ്പള, വയനാട് ജില്ലയിലെ കബനി എന്നീ നദികളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട്. യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങുന്നതിനോ നദി മുറിച്ചു കടക്കുന്നതിനോ പാടുള്ളതല്ല. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമായി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും മാറി താമസിക്കാൻ തയ്യാറാവണമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമായി പറയുന്നു. സംഭരണശേഷിയുടെ 98.11% നിറഞ്ഞ് ഇടുക്കിയിലെ ലോവർ പെരിയാർ അണക്കെട്ട്. കല്ലാർകുട്ടി അണക്കെട്ടും സംഭരണശേഷിയുടെ 95.74% നിറഞ്ഞു. ഇവ കൂടാതെ പത്തനംതിട്ടയിലെ മുഴിയാർ, ഇടുക്കിയിലെ ഇരട്ടയാർ എന്നീ അണക്കെട്ടുകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ 3 ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. തൃശൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റു ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഇന്നും അതിതീവ്രമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ അലേർട്ടുകളും പ്രഖ്യാപിച്ചു. വടക്കൻ ജില്ലകളിലാണ് ഇന്ന് കൂടുതൽ ശക്തമായ മഴ ലഭിക്കാനുള്ള സാധ്യത. 3 ജില്ലകളിൽ റെഡ് അലേർട്ടും 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ബാക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ വിവിധ തീരങ്ങളിൽ റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി പ്രവചിക്കപ്പെട്ടു. അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ ഉണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അത് മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയത്തിനും കാരണമായേക്കാം. നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സർക്കാരിന്റെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും എല്ലാവരും കൃത്യമായി തന്നെ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. മഴക്കാലത്ത് വിനോദ പരിപാടികളിൽ ഏർപ്പെടുന്നവരും ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ബോധ്യത്തിലുണ്ടാവണം. മഴ വളരെയധികം അപകടകാരി തന്നെയാണ്. മഴയത്ത് പല പ്രദേശങ്ങളും അപകടകരമായ നില തരണം ചെയ്യേണ്ടി വരും. അതിനാൽ മഴയത്തുള്ള വിനോദ പരിപാടികൾ ഒന്നും തന്നെ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല മഴയത്ത് പുറത്തു പോകുമ്പോൾ യാത്രകൾ ചെയ്യുമ്പോഴും
കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുക. സുരക്ഷിതത്തോടെ തന്നെ മുമ്പോട്ട് പോവുക. മഴ വളരെയധികം ഭീതി പടർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. മിന്നൽ പ്രളയത്തിനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ തീരദേശ നിവാസികളും അതുപോലെ തന്നെ പുഴയുടെയും ആറുകളുടെയും അടുത്ത് താമസിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. മഴ വളരെ കരുതലോടെ തന്നെ നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ ഏറ്റവും സുരക്ഷിതമായ ക്യാമ്പുകളിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്കോ മാറി താമസിക്കേണ്ടതാണ്. എല്ലാവരുടെ ജീവന്റെയും സുരക്ഷിതത്വം അവർ തന്നെ പാലിക്കേണ്ടതാണ്. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുകയും വേണം.